Hi, myself CA Arvind VS. Welcome to my channel Ashan. CA CMA എക്സാമിനേഷനുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സോ നോർമലി 30 മാർക്ക് വരെയൊക്കെ നമുക്ക് എക്സാമിനേഷന് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നത് നമ്മൾ ഒരു ഏരിയയുടെ കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. സോ നമ്മളൊരു കാര്യം പഠിക്കുന്നതിനേക്കാൾ ഉപരി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് തയ്യാറെടുപ്പ് തന്നെ നടത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ പരീക്ഷയെ മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മളൊരു ഏരിയ നമ്മൾ പഠിക്കുന്നത് ഒരു കാര്യം അതിൻ്റെ കൃത്യമായ ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊരു എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് കാര്യമാണ്. So we all know that. So ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ സാധാരണ ഒരു കൺസെപ്റ്റ് പഠിച്ചതിലൂടെ നന്നായിട്ട് പഠിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരണമെന്നില്ല. കാരണം നമുക്ക് അതിനകത്ത് ഒരുപാട് ഡൗട്ട് വരും. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചേ പറ്റത്തുള്ളൂ. സോ ഇവിടെ നമ്മളെ ഇത്തരത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ ഇപ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ അറൗണ്ട് 180 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ കീയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസാണ്, കുറേയൊക്കെ ഈസി ക്വസ്റ്റ്യൻസാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടാകും, അതുപോലെ തന്നെ 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ ഒരു ഓപ്ഷൻ ആയിരിക്കും ശരി, അപ്പോൾ ബാക്കി 3 ഓപ്ഷൻ തെറ്റായിരിക്കും, സ്വാഭാവികമായിട്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണത് ശരി, ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് തെറ്റ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു റീസൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ടോപ്പിക്ക്, ഈ എൻറ്റയർ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. സോ അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്നുകൂടി ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ, ഈ 180 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മളതിനെ റിവൈസ് ചെയ്യാനും കൂടി പോവുകയാണ്. സോ എന്തുകൊണ്ടും എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക്, CMA എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. സോ CMAക്ക് മാത്രമല്ല CA സ്റ്റുഡൻസിനും ഇത് ഉപകാരപ്പെടും. പക്ഷേ CA ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി അതിൻ്റെ ഡെപ്ത്ത് കുറച്ചുകൂടി കൂടുതലായിരിക്കും, അതിൻ്റെ കുറച്ചുകൂടി ടഫ്നെസ് ഒരല്പം കൂടി ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന CA എക്സാമിനേഷനുകളിൽ ഉണ്ടാകും. പക്ഷേ എങ്കിലും നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് ഉറപ്പായിട്ടും CA സ്റ്റുഡൻസിനും യൂസ്ഫുൾ തന്നെ ആയിരിക്കും, അതിലൊരു സംശയവും ഉണ്ടില്ല. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയായിരിക്കും ക്ലാസ് പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു ഐഡിയ പറയാം. അതായത് ഇവിടെ അറൗണ്ട് ഒരു 181 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്കൊരു 3 സെഷനായിട്ട് നമുക്കതിനെ തിരിച്ച് 60 അങ്ങനെ 3 പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ട് 1, 2, 3 3 വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഇൻകം ടാക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യത്തത്, ചാർജിങ് ഓഫ് ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഇൻ ദ സെയിം ഇയർ ഈസ് നോട്ട് മാൻഡേറ്ററി. അതായത് ഇപ്പോൾ നമ്മളിത് ഒന്നാമത്തെ ബേസിക്സിൽ നമ്മൾ ആദ്യത്തെ ഏരിയയിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിലാണല്ലോ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുക. ആ പ്രീവിയസ് ഇയറിൽ ജനറേറ്റ് ചെയ്ത ഇൻകത്തെ നമ്മൾ അസസ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആയ വർഷമാണ്. അതിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇയറിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, എന്നാൽ അത് അസസ് ചെയ്യുന്നത് തൊട്ടടുത്ത വർഷം. അതുകൊണ്ടാണ് ആ നെക്സ്റ്റ് ഇയറിന് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വർഷത്തെ പ്രീവിയസ് ഇയർ എന്നും അതിനെ അസസ് ചെയ്ത് അതിൻ്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് അതിൻ്റെ മേലുള്ള ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന വർഷത്തെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്നും പറയും. എന്നാൽ ചില ആൾക്കാരുടെ കാര്യത്തിൽ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാരുടെ കാര്യത്തിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകം അസസ് ചെയ്യേണ്ടതും പ്രീവിയസ് ഇയറിൽ തന്നെയാണ്. അത് ആർക്കൊക്കെയാണ് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഇവിടെ ഈ പറയുന്ന 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ചാർജിങ് ഓഫ് ഇൻകം ഓഫ് പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സ് ലയബിലിറ്റി, അതാണ് അതിൻ്റെ മേളിലുള്ള ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ടാക്സ് ചാർജ് ചെയ്യുന്നത്. അതാണ് ചാർജിങ് ഓഫ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ ദ സെയിം ഇയർ, അതേ വർഷം തന്നെ ടാക്സ് ചാർജ് ചെയ്യുന്നത് ഈസ് നോട്ട് മാൻഡേറ്ററി, നിർബന്ധമല്ല, ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ, യെസ്, ആരുടെയൊക്കെ കാര്യത്തിലാണ്? ഒന്ന്,
ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻറ്റ്. സോ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ നോൺ റെസിഡൻസ് ഷിപ്പിംഗ് ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻകം അത് ജനറേറ്റ് ചെയ്യുന്ന വർഷം തന്നെ ആ ഇൻകത്തിൻ്റെ മേളിൽ ടാക്സ് ചുമത്തപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ അവർക്ക് പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും സെയിം വർഷം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷൻ തെറ്റാണ്. അടുത്ത പേഴ്സൺ ലീവിങ് ഇന്ത്യ വിട്ടു പോകുന്ന ആൾക്കാർ, അതും വെറുതെ പേഴ്സൺ ലീവിങ് ഇന്ത്യ അല്ല, ഇപ്പോൾ ഏതെങ്കിലും വിസിറ്റിന് വേണ്ടി പോകുന്നതല്ല, ഒരു എന്താണ് ഒരു ലോങ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പററി വിസിറ്റിൽ പുറത്തേക്ക് പോകുന്നതല്ല, ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് ഒരാൾ ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ ആ പോകുന്ന വർഷം തന്നെ അയാൾക്ക് അതുവരെയുള്ള ഇൻകത്തിൻ്റെ മേളിൽ അയാൾക്ക് ടാക്സ് ലയബിലിറ്റി വന്ന് ചേരുന്നതായിരിക്കും. സോ രണ്ടാമത്തെ ഓപ്ഷനും എന്തല്ല, തെറ്റാണ്. ദെൻ അസോസിയേഷൻ ഫോംഡ് ഫോർ പർട്ടിക്കുലർ ഈവൻറ്റ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യപ്പെടുന്ന ഒരു സംഘടന. അടുത്ത വർഷം ആ സംഘടനയില്ല. സോ ഈ വർഷം നമ്മൾ തുടങ്ങി ഒരു 3 മാസം ആ സംഘടന പ്രവർത്തിച്ചു, ആ സംഘടന പിരിച്ചുവിടുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 3 മാസം കൊണ്ട് അത് ജനറേറ്റ് ചെയ്ത ആ ഇൻകത്തിൻ്റെ മേളിൽ ടാക്സ് ലയബിലിറ്റി ആ പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കും വരുന്നത്. സോ ഈ മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ്. അടുത്തത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നാലാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കും ഉത്തരം വരേണ്ടത്. ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് ബിസിനസ്. ശരിക്കും ഈ ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന പോയിൻറ്റും നമുക്ക് ആ പറയുന്ന എക്സെപ്ഷൻ ക്ലോസിനകത്ത് വരേണ്ടതാണ്. പക്ഷേ അത് എല്ലായ്പ്പോഴും അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് വൈൻഡപ്പ് ചെയ്തു, ശരി, അപ്പോൾ ആ വൈൻഡപ്പ് ചെയ്തു എങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ അതിൻ്റെ മേളിലുള്ള ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ മേളിൽ ടാക്സ് ലയബിലിറ്റി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കത് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോയി അസസ് ചെയ്താലും കുഴപ്പമില്ല. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചാർജിങ് ഓഫ് ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഇൻ ദ സെയിം ഇയർ ഈസ് നോട്ട് മാൻഡേറ്ററി. നിർബന്ധമല്ലാത്തത് ആരുടെ കാര്യത്തിലാണ്? യെസ്, ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് ദി ബിസിനസ്. സോ ഒരു ബിസിനസ് നമ്മൾ ഈ വർഷം ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. സോ ഈ ബിസിനസ്സിൻ്റെ മേളിലുള്ള ഇൻകത്തെ നമുക്ക് ഈ പ്രീവിയസ് ഇയറിൽ തന്നെ അസസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അസസ് ചെയ്താൽ മതി. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: AB വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. സോ അയാൾ ജനിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഹിസ് പാരൻസ് വെർ ബോൺ ഇൻ ഇന്ത്യ ഇൻ 1952. ഹിസ് ഗ്രാൻഡ് പാരൻസ് വെർ ബോൺ ഇൻ സൗത്ത് ആഫ്രിക്ക. ഇതൊരു ടിപ്പിക്കൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനകത്തുള്ള ഈ ഇന്ത്യൻ ഒറിജിൻ്റെ ഒരു ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ AB ഷാൽ ബി, ഇവിടെ AB ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ AB ഉറപ്പായിട്ടും അവൻ ഇന്ത്യയിൽ ജനിച്ച ആളല്ല, പക്ഷെ അവൻ്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ച ആളാണ് 1952. അവൻ്റെ ഗ്രാൻഡ് പാരൻസ് സൗത്ത് ആഫ്രിക്കയിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാണ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജൻ ആരാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ത്യൻ വംശജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവനോ അവൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസോ, ആ വ്യക്തിയോ അവൻ്റെ പാരൻസോ അല്ലെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസോ, ഈ പറയുന്നതിൽ ആരേലും ഒരാൾ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഇന്ത്യ, അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തിയെ, ഈ അസസിയെ നമുക്ക് ഇന്ത്യൻ ഒറിജിനായിട്ട് കണക്കാക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യനിൽ നോക്കേ, ഈ തന്നിരിക്കുന്നതിൽ ആരേലും അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ? അവൻ ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. അവൻ്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ചുവെങ്കിലും അത് ഡിവിഷന് ശേഷമാണ്, 1952, 1952. 47 മുന്നേ ആയിരുന്നു അൺഡിവൈഡഡ് ഇന്ത്യ. അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യയിലല്ല ജനിച്ചത്, എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. സോ നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാം അവനൊരു ഇന്ത്യൻ വംശജനല്ല. അവൻ ഇന്ത്യൻ സിറ്റിസനാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അവന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണമെങ്കിൽ അവൻ അപ്ലൈ ചെയ്ത് സിറ്റിസനൊക്കെ ആകാൻ പറ്റും. ഓക്കെ, ഇനി ഇവനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇവനൊരു ഫോറിൻ സിറ്റിസനാണ്. ഇവനിപ്പോൾ ജനിച്ചതും ജീവിക്കുന്നതും എല്ലാം ഇംഗ്ലണ്ടിലാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവനിപ്പോൾ ഇന്ത്യയിൽ വന്നിരുന്നു, ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ലല്ലോ. സോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ആൻസർ അവനൊരു ഫോറിൻ സിറ്റിസൺ ആണെന്നുള്ളതാണ്. സോ ഓപ്ഷൻ എന്തൊക്കെയാണ്? ഒന്ന്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണോ? നമുക്ക് ധൈര്യമായിട്ട് പറയാം അല്ല. ഫോറിൻ നാഷണൽ ആണോ? യെസ്. സോ ആൻസർ ആയി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ പേഴ്സണോ? അല്ല, അവനൊരു ഇൻഡിവിജ്വൽ അല്ലേ? യെസ്. അതുപോലെ തന്നെ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണോ? അല്ല. അവന് വേണേൽ അവന് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആകാൻ പറ്റും പിന്നീട്, പക്ഷേ ഇപ്പം നിലവിൽ അവൻ എന്തല്ല? സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ല. സോ 2 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ്, യെസ്, ഇൻകം അക്രൂയിങ് ഇൻ ജപ്പാൻ. സോ ഇൻകം അക്രൂയിങ് ഇൻ ജപ്പാനിലാണ് നമ്മുടെ ഇൻകം അക്രൂ ചെയ്തിരിക്കുന്നത് ആൻഡ് റിസീവ്ഡ് ദെയർ. ഇത് നമ്മൾ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം സെക്ഷൻ 5 നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്.
അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ജനറേറ്റ് ചെയ്ത് ഇന്ത്യക്ക് പുറത്ത് തന്നെ റിസീവ് ചെയ്യുന്ന ഇൻകം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ. ഇത് ആരുടെ കയ്യിലാണ് ടാക്സബിൾ ആവുക എന്നുള്ളതാണ് ചോദ്യം. അത് ടാക്സബിൾ ആകുന്നത് എപ്പോഴും ഒരു ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കയ്യിലായിരിക്കും. സോ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കയ്യിലായിരിക്കും ഇത് ടാക്സബിൾ ആവുന്നത്. സോ ഇൻകം അക്രൂയിങ് ഇൻ ജപ്പാൻ ആൻഡ് റിസീവ്ഡ് ദെയർ ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ ഇൻ കേസ് ഓഫ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഓൺലി. യെസ്, ബോത്ത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് തെറ്റാണ്. ദെൻ ബോത്ത് റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് തെറ്റാണ്, നോൺ റെസിഡൻറ്റ് തെറ്റാണ്. സോ ടാക്സബിൾ ഇന്ത്യയിൽ അത് ടാക്സബിൾ ആകുന്ന ആരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ? യെസ്, ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസ്. സിമ്പിൾ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 5 ബേസ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് എ ക്യാപിറ്റൽ റെസീറ്റ്? അല്പം ടൈറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി പറഞ്ഞിരിക്കുന്നതിൽ ക്യാപിറ്റൽ റെസീറ്റ് അല്ലാത്തത് എന്താണ്? സോ അപ്പോൾ ഒരു സ്വാഭാവികമായി ചോദ്യം, എന്താണ് ഈ ക്യാപിറ്റൽ റെസീറ്റ്? നമുക്കൊരു അസറ്റ് നഷ്ടപ്പെടുകയാണ്, നമ്മളൊരു അസറ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നഷ്ടപ്പെടുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഒരു വരുമാന സ്രോതസ്സാണ് സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് പകരമായി നമുക്ക് കിട്ടുന്ന റെസീപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്യാപിറ്റൽ റെസീറ്റ്. സോ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്യാപിറ്റൽ റെസീറ്റ് അല്ലാത്തത് എന്നുള്ളതാണ്. സോ ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടി, കമ്പനി നമുക്ക് ഡിവിഡൻഡ് തന്നു, ഇതൊരു ക്യാപിറ്റൽ റെസീറ്റ് ആണോ? ഒരിക്കലുമല്ല. സോ നോട്ട് എ ക്യാപിറ്റൽ റെസീറ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ ഡിവിഡൻഡ് ഒരിക്കലും ഒരു ക്യാപിറ്റൽ റെസീറ്റ് അല്ല. ബോണസ് ഷെയർസ്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബോണസ് ഷെയർ കിട്ടുന്നു. അപ്പോൾ ബോണസ് ഷെയർ ഒരു ക്യാപിറ്റൽ റെസീറ്റാണ്, ഷെയർ കിട്ടുക എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റെസീറ്റാണ്. അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറയുന്നത് ഒരു ഇൻകം ആണോ? നോക്കൂ, നിങ്ങളൊരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ഇൻകമാണ്. ഓക്കെ, സോ മാത്രമല്ല ഇതൊരു ക്യാപിറ്റൽ റെസീറ്റ് കൂടി ആണ്. പിന്നെ നോ ഹൗ ഒരു ഇൻറ്റാഞ്ചിബിൾ അസറ്റ് അല്ലേ, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക വഴി കിട്ടുന്ന റെസിപ്റ്റ് ഉറപ്പായിട്ടും ഒരു ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ദെൻ കോമ്പൻസേഷൻ റിസീവ്ഡ് ഫോർ വെക്കേറ്റിംഗ് എ ബിസിനസ് പ്ലേസ്, നിങ്ങളുടെ ഒരു പ്ലേസ്, നിങ്ങളുടെ ഒരു പ്രിമൈസ് നിങ്ങൾ എന്ത് ചെയ്തു? വെക്കേറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടുകയാണ്. നിങ്ങളൊരു കാര്യം നഷ്ടപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൻസേഷനാണ്. സോ അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? ഉറപ്പായിട്ടും ഒരു ക്യാപിറ്റൽ റെസീറ്റാണ്. ക്വസ്റ്റ്യൻ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്യാപിറ്റൽ റെസീറ്റ് അല്ലാത്തത് എന്നുള്ളതാണ്. സോ ഇതിൽ ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ക്യാപിറ്റൽ റെസീറ്റ് അല്ലാത്തത്. സോ വി ഹാവ് ഡിസ്കസ്ഡ് 4 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കാഷ്വൽ ഇൻകം? നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാഷ്വൽ ഇൻകം, കാഷ്വൽ ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു എഫേർട്ട് എടുത്തോ, ഒരു ജോലി എടുത്തോ, പണിയെടുത്ത് കിട്ടുന്ന വരുമാനമല്ല, നമ്മുടെ ഭാഗ്യം കൊണ്ട്, ലക്ക് ഫാക്ടറൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? കിട്ടുന്ന ഇൻകത്തെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പൊതുവെ പറയുക. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കാഷ്വൽ ഇൻകം? ഇതിപ്പോൾ നിങ്ങളൊരു പണിയെടുത്ത് കിട്ടുന്നതല്ല, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്നതല്ല, നിങ്ങൾ കച്ചവടം ചെയ്ത് കിട്ടുന്ന വരുമാനത്തെ അല്ല കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഒന്നാമത് ഡിവിഡൻഡ് ഇൻകം ഒരു കാഷ്വൽ ഇൻകമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതല്ലേ ഡിവിഡൻഡ് ഇൻകം. സോ ഉറപ്പായിട്ടും അത് കാഷ്വൽ ഇൻകം അല്ല. വിന്നിങ്സ് ഫ്രം ലോട്ടറി ഉറപ്പായിട്ടും അതൊരു കാഷ്വൽ ഇൻകമാണ്. ഇൻട്രസ്റ്റ് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്നതല്ലേ, അല്ലെങ്കിൽ കടം കൊടുക്കുന്ന വഴി അല്ലെങ്കിൽ നിക്ഷേപത്തിലൂടെ കിട്ടുന്നതാണ്. പെൻഷൻ റിസീവ്ഡ് പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. സോ ഇതൊന്നും തന്നെ എന്തല്ല? കാഷ്വൽ ഇൻകം അല്ല. സോ ഈ തന്നിരിക്കുന്നതിൽ കാഷ്വൽ ഇൻകം ഏതാണെന്ന് ചോദിച്ചാൽ വിന്നിങ് ഫ്രം ലോട്ടറീസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെസീറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടേം ഇൻകം അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് 2(24) നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. എന്താണ് ഇൻകം? കാരണം നമുക്കറിയാം, നമുക്ക് കിട്ടുന്നത് എന്ത് ഇൻകം അല്ല. ടാക്സ്, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സാണ്, അതും ടാക്സബിൾ ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സാണ്. അല്ലാതെ കിട്ടുന്ന റെസീപ്റ്റുകളെല്ലാം തന്നെ എന്തല്ല? ഇൻകം അല്ല. സോ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഇൻകം അല്ലാത്തത്? ഒന്നാമതായിട്ട് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഉറപ്പായിട്ടും അതെന്താണ്? ഇൻകമാണ്, ഒരു സംശയം വേണ്ട. പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി ഉറപ്പായിട്ടും ഇൻകമാണ്. ഡിവിഡൻഡ് എന്താ സംശയം? ഇൻകമാണ്. അപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ നമുക്കത് പറയാൻ പറ്റും. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ, ട്രാവലിംഗ് എക്സ്പെൻസസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് ഇൻകമായി കണക്കാക്കേണ്ട ആവശ്യം ഇല്ല. സോ ഇതാണ് നമുക്കിവിടത്തെ ഓപ്ഷൻ.
ദെൻ എ പേഴ്സൺ ഈസ് സെഡ് ടു ബി ഇന്ത്യൻ ഒറിജിൻ. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തത് കൂടിയാണ്. എപ്പോഴാണ് ഒരാളെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ട് കണക്കാക്കുന്നത്? എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. He or either of his parents or grandparents were born in undivided India. So ഇതാണ് അതിൻ്റെ ആൻസർ. ബാക്കി ഒന്നും തന്നെ എന്താണ് തെറ്റാണ്. ഇന്ത്യയിൽ ജനിച്ചു എന്ന് കരുതിയാവോ? ഇല്ല. അപ്പോൾ പാരൻസോ ഹി ഓർ എയ്തർ ഓഫ് ഹിസ് പാരൻസ് ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ, ഫസ്റ്റ് ഓപ്ഷൻ പൂർണ്ണമല്ല. ഹി ഓർ എയ്തർ ഓഫ് ഹിസ് സിബ്ലിങ്സ് വെർ ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ, അതും തെറ്റാണ്. സോ ആൻസർ ഈസ് സി. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. Income received in India in the previous year is taxable in the hands of income received in India. സോ അത് സോഴ്സ് ഓഫ് ഇൻകം കൺസെപ്റ്റാണ്. സോഴ്സ് നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇന്ത്യയിലാണ്. സോ സോഴ്സ് ഇൻകം കൺസെപ്റ്റ് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നിങ്ങൾക്ക് വരുമാനം നിങ്ങൾ ജനറേറ്റ് ചെയ്തതോ നിങ്ങൾക്ക് വരുമാനം ആദ്യമായി കിട്ടിയതോ ഇന്ത്യയിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ആ കിട്ടിയിരിക്കുന്നത് ഒരു ടാക്സബിൾ ഇൻകം കൂടിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ടാക്സബിൾ. സോ അവരുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ അസസീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അവിടെ നിങ്ങൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കേണ്ട ആവശ്യം ഇല്ല. യെസ്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇൻഡിവിജ്വൽ ഈസ് സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഒരു ഇൻഡിവിജ്വലിനെ റെസിഡൻ്റായി കണക്കാക്കുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ വീടുണ്ടെന്ന് കരുതി റെസിഡൻ്റ് ആവും? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ വീടുണ്ടെന്ന് കരുതി അവരെല്ലാം ഒരു വർഷം റെസിഡൻ്റായിട്ട് കണക്കാക്കാൻ പറ്റുമോ? മറ്റൊന്ന്, ഹി ഈസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. ഉറപ്പായിട്ടും അത് നമുക്ക് പറയാം. 182 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്താണ്? റെസിഡൻ്റാണ്. പക്ഷെ അത് മാത്രമല്ല, വേറെ കണ്ടീഷൻസ് ഉണ്ട്. ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 30 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് 365 days ഓർ മോർ ഡ്യൂറിങ് ദ അപ്പോൾ ഈ പോയിന്റ് തെറ്റാണ്. കാരണം ഇവിടെ 30ക്ക് പകരം എന്തായിരുന്നു 60 ആയിരുന്നുവെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഓപ്ഷൻ തെറ്റാണ്. ദെൻ ഹിസ് പാരൻസ് ആർ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് ഒരാളെ റെസിഡൻ്റായിട്ട് കണക്കാക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ദെൻ 10. ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ. ഓക്കെ, ഇൻസിഡൻസ് അതായത് ഒരു ടാക്സ് ബർഡൻ. ഓക്കെ, ടാക്സ് ബാധ്യത ഉണ്ടാകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ. ഉറപ്പായിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ടാക്സ് ബർഡൻ നിശ്ചയിക്കുന്നതിനുള്ള ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ്. മറ്റൊന്ന്, അക്കോമഡേഷൻ ഓഫ് ദി അസസി എവിടെ താമസിക്കുന്നു? ഒരിക്കലുമല്ല. അസസി ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിറ്റിസൺഷിപ്പ് ഒരു റെലവൻറ്റ് ഫാക്ടറേ അല്ല. മാരിറ്റൽ സ്റ്റാറ്റസ്, വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. യെസ്. സോ ദ ആൻസർ ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി അസസി. 11. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ഇൻകം? ഓക്കെ, ഈ താഴെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം അഗ്രികൾച്ചറൽ ഇൻകത്തിന് നമുക്ക് ഒരു ഡെഫിനിഷൻ തന്നെയുണ്ട്. 2(1)(a). എന്താണ് അഗ്രികൾച്ചർ? സോ ഒന്നാമതായിട്ട് അവിടെ പറയുകയാണ്, ഡിവിഡൻഡ് പെയ്ഡ് ബൈ എ കമ്പനി ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കൊടുത്താൽ അതിന് അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇനി അപ്പോൾ അടുത്തൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ തൊഴിൽ അഗ്രികൾച്ചർ ആണെന്ന് കരുതുക. അപ്പോൾ ആ അഗ്രികൾച്ചറിൽ നിന്ന് അവർ ലാഭം ഉണ്ടാക്കി, ആ ലാഭമാണ് ഡിവിഡൻഡായിട്ട് ഷെയർ ഹോൾഡർക്ക് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അതിന് അപ്പം കിട്ടിയ ഡിവിഡൻഡ് അഗ്രികൾച്ചറൽ ഇൻകം അല്ലേ? കാരണം അഗ്രികൾച്ചറൽ ഇൻകം ആണല്ലോ ഇപ്പോൾ വീതം വെച്ച് കിട്ടിയത്. മനസ്സിലാക്കുക, ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തുക നിങ്ങൾക്ക് തന്ന കമ്പനി എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് അത് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ ഒന്നും നോക്കാനില്ല, അത് എന്താണ്? അതെപ്പോഴും ഒരു ടാക്സബിൾ അതർ ഇൻകമാണ്. ഓക്കെ, ഒരു നോർമൽ ടാക്സബിൾ ഇൻകമാണ്. അതിനെ ഒരിക്കലും നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകമായിട്ട് വിളിക്കേണ്ട ആവശ്യം ഇല്ല. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ഇൻകം? ഡിവിഡൻഡ് ഒരിക്കലും ഒരു അഗ്രികൾച്ചറൽ ഇൻകം ഇല്ല. ഈവൻ ഇഫ് ദ കമ്പനി വിച്ച് ഗീവ്സ് യു ഡിവിഡൻഡ് ഈസ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി, സ്റ്റിൽ ഇറ്റ്സ് നോട്ട് കൺസിഡർഡ് ആസ് ഡിവിഡൻഡ് ഇൻ യുവർ ഹാൻഡ്സ്. മറ്റൊന്ന്, ഷെയർ ഓഫ് എ പ്രോഫിറ്റ് ഓഫ് എ പാർട്ണർ ഫ്രം എ ഫേം എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ഓപ്പറേഷൻ. അത് നമുക്ക് മാറ്റർ ഓഫ് ഡിസ്കഷൻ. അത് നമുക്ക് വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം, ആ പാർട്ണർഷിപ്പ് ഫേം ഇപ്പോൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് കരുതുക. എന്നിട്ട് എന്ത് ചെയ്തു? അത് ആ ഫേം എന്ത് ചെയ്തതാണ്? അവരുടെ അഗ്രികൾച്ചറിലൂടെ അവർക്ക് കിട്ടിയ ലാഭം അവരുടെ പാർട്ട്ണർക്ക് വീതം വെച്ച് നൽകി. ശരിക്കും അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഒരു കമ്പനി അതിൻ്റെ കൃഷി ചെയ്ത് അതിൻ്റെ ലാഭം ഡിവിഡൻഡായിട്ട് കൊടുത്താൽ അതിന് അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. എന്നാൽ അതേസമയം
ഒരു ഫേം കൃഷി ചെയ്തതിന് ശേഷം അതിൽ നിന്നുള്ള ലാഭം അതിൻ്റെ പാർട്ട്ണർക്ക് വീതം വെച്ച് കൊടുത്താൽ അത് അഗ്രികൾച്ചർ ഇൻകമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം അത് ബേസിക്കലി അതൊരു അഗ്രികൾച്ചർ നേച്ചറാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് അഗ്രികൾച്ചറിൻ്റെ നേച്ചർ അല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ സ്പെസിഫിക്കലി നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഡിവിഡൻഡ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ ഡിവിഡൻഡ് എന്ന് തന്നെ വിളിക്കണം, വേറെ ഒരു പേരും വിളിക്കാൻ പാടില്ല. എന്നാൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം എടുത്ത് പറയുന്നില്ല. സോ ദാറ്റ് ഈസ് എ റീസൺ. മറ്റൊന്ന്, ഇൻകം ഫ്രം സപ്ലൈ ഓഫ് വാട്ടർ ബൈ ആൻ അസസി ഫ്രം എ ടാങ്ക് ഇൻ അഗ്രികൾച്ചറൽ ലാൻഡ്. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ കൃഷിഭൂമിയിൽ നിന്ന് വെള്ളമെടുത്ത് സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. അതൊരിക്കലും ഒരു അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ മണി ലെൻഡർ. ഇപ്പോൾ കർഷകർക്കൊക്കെ ലോണ് കൊടുക്കുന്നു, പലിശയ്ക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഇപ്പോൾ നിങ്ങൾ കർഷകനാണ്, നിങ്ങളുടെ കയ്യിൽ കാശില്ല, ഞാനൊരു 5 ലക്ഷം രൂപ തന്നു, നിങ്ങൾ 5 ലക്ഷം രൂപ കൊണ്ട് കൃഷി ചെയ്തു, എന്നിട്ട് നിങ്ങൾ എനിക്ക് പലിശ തരികയാണ്. ഈ കിട്ടിയ പലിശ എനിക്ക് അഗ്രികൾച്ചറൽ ഇൻകമാണോ? ഒരിക്കലുമല്ല. ഇതെനിക്ക് അഗ്രികൾച്ചറൽ ഇൻകമല്ല, ഇതെനിക്കൊരു ബിസിനസ് ഇൻകമോ അതർ സോഴ്സ് ഇൻകമോ ആയിട്ടാണ് എടുക്കേണ്ടത്. ഡിവിഡൻഡ് പിന്നെ എപ്പോഴും അത് അതർ സോഴ്സ് ഇൻകം തന്നെ ആയിരിക്കും. 12. In case of an assessee engaged in the business of, ശ്രദ്ധിക്കുക, business of manufacturing of tea, his agriculture income. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റൂൾ 7A 7B റൂൾ 8, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ടീ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ്, വാക്ക് ശ്രദ്ധിക്കണം, ടീ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ തേയിലത്തോട്ടം ഉണ്ട്, ഇല എടുത്ത് നിങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ കൊണ്ടുപോയി അതിനെ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾ പാക്കറ്റിലാക്കി വിൽക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ AVT, കണ്ണൻദേവൻ, അല്ലെ റെഡ് ലേബൽ എന്നൊക്കെ പറയുന്ന കമ്പനികളുണ്ടല്ലോ, ഇവരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങളും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ 60% നമ്മൾ അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കണം. 40% മാത്രമേ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റനിൽ നോക്കൂ, ആ ഗ്രോയിങ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ നിങ്ങൾക്ക് ആബ്സെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? മാനുഫാക്ചറിങ് എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. സോ ദി അസസി ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ടീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പക്ക ബിസിനസ് ആക്ടിവിറ്റിയാണത്. അപ്പോൾ ഈ കിട്ടിയ ലാഭത്തിനകത്ത് അഗ്രികൾച്ചർ ഇൻകം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ ഇൻകം ഇല്ല എന്നാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. സോ ദ ആൻസർ ഈസ് നിൽ. ഇവിടെ ഓപ്ഷൻ എന്തൊക്കെയാണ്? 60% ഓഫ് ദ ടോട്ടൽ റെസീറ്റ് ബിസിനസ്, തെറ്റാണ്. 60% ഇൻകം, 60% ഓഫ് ദി ഇൻകം ഓഫ് ദി ബിസിനസ്. ഓക്കെ, 60% ഓഫ് ദ റെസീറ്റ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ, 60% ഓഫ് ദി ഇൻകം എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ. 40% ഓഫ് ദി ഇൻകം ഓഫ് ദി ബിസിനസ്, അതും തെറ്റാണ്. അതായത് ഇതിൽ 100% നിങ്ങൾക്ക് കിട്ടുന്ന ആ ഇൻകമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഇൻകത്തിൻ്റെ 100% ബിസിനസ് ഇൻകമായിട്ട് വേണം നിങ്ങൾ പരിഗണിക്കാനായിട്ട്. 13, ഇൻകം ഫ്രം സാപ്ലിങ്സ്. സാപ്ലിങ്സ് എന്ന് വെച്ചാൽ വിത്ത്, തൈ, അതാണ് സീഡ്ലിങ്സ്, സാപ്ലിങ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ വിത്ത്, തൈ എന്നിവ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ നമുക്ക് അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കാം. ബിസിനസ് ഇൻകമാണോ? അല്ല. പാർട്ട്ലി അഗ്രികൾച്ചർ പാർട്ട്ലി ബിസിനസ് ആണോ? അല്ല. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ? അല്ല. അതാണ് പോയിന്റ്. യെസ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ വിത്ത്, തൈയൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കണം. ഇപ്പം നഴ്സറിയിലൊക്കെ നിങ്ങൾ ഈ മുളപ്പിച്ച് വിൽക്കുന്ന പരിപാടിയില്ല, അതാണ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കുക. 14, ആൻ ഇൻഡിവിജ്വൽ ഏജ്ഡ് 28 years ബോൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് അവൻ ജനിച്ചത്. ലെഫ്റ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ എംപ്ലോയ്മെൻറ്റ് ഇൻ ഫ്രാൻസ് ഓൺ 30/10/2023. 2023 ഒക്ടോബർ മാസം 30 അവൻ ഇന്ത്യ വിട്ടു പോവുകയാണ് ആദ്യമായിട്ട്. അതും എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? എംപ്ലോയ്മെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയാൽ ആ വർഷത്തെ അവൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ 182 days ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ. 63, 65 നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല. ഇവൻ പോയിരിക്കുന്ന 30/10 പോയിരിക്കുന്നത്. പോയ ദിവസം ഉൾപ്പെടെ അവൻ എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസം. നമ്പർ ഓഫ് ഡേയ്സ് നോക്കട്ടെ, 7 മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും മിനിമം 210 ദിവസം അവൻ ഇന്ത്യയിലുണ്ടല്ലോ. ഹീ ഈസ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 182 days. സോ വി കുഡ് സേ ദാറ്റ് ഹീ ഈസ് എ റെസിഡൻറ്റ്. ഇനി ഇവൻ 28 വയസ്സായി, ഇവൻ ആദ്യമായിട്ടാണ് ഇന്ത്യയെ വിട്ടു പോകുന്നത്. അതായത് കഴിഞ്ഞ 27 വർഷവും അവൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. സോ കഴിഞ്ഞ കഴിഞ്ഞ 4 വർഷത്തിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ കൂടിയില്ലേ? യെസ്, അതും അവൻ എന്ത് തന്നെയാണ്? സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 വർഷത്തിൽ 360 കഴിഞ്ഞ
ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള ക്രൈറ്റീരിയ ഉണ്ടല്ലോ. എന്താണ് ഓർഡിനറി റെസിഡൻ്റ് ആവാനുള്ള ക്രൈറ്റീരിയ? കഴിഞ്ഞ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടാവണം. പിന്നെ മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം എന്തായിരിക്കണം? റെസിഡൻ്റ് ആവണം. കഴിഞ്ഞ 27 വർഷവും അവൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഈ വർഷം അവൻ റെസിഡൻ്റ് ആണെന്ന് മാത്രമല്ല കഴിഞ്ഞ 27 വർഷവും അവൻ റെസിഡൻ്റ് ആയിരുന്നു. സോ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഹീസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ്. സോ ഓപ്ഷൻ ഈസ് ഹീസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ് ഫോർ അസസ്മെൻറ്റ് ഇയർ 24-25. ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് തെറ്റാണ്. നോൺ റെസിഡൻറ്റ് തെറ്റാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോട്ട് ആപ്ലിക്കബിൾ അതൊന്നുമല്ല. യെസ്. 15. ഇൻകം ഓഫ് 3 lakh ഈസ് റിസീവ്ഡ് ഇൻ ശ്രീലങ്ക. നിങ്ങൾക്കൊരു 3 ലക്ഷം രൂപ ശ്രീലങ്കയിൽ വച്ച് കിട്ടി ബൈ ആൻ ഓർഡിനറി റെസിഡൻറ്റ്. ഇപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. ബട്ട് ലേറ്റർ 50,000 പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് 50,000 രൂപ ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഓർഡിനറി റെസിഡൻറ്റിനെ സംബന്ധിച്ച് ഈ 3 ലക്ഷം രൂപ അവൻ ജനറേറ്റ് ചെയ്തതും റിസീവ് ചെയ്തതും ശ്രീലങ്കയിലാണ്, ഇന്ത്യക്ക് പുറത്താണ്. പക്ഷേ അത് ടാക്സബിൾ തന്നെ ആയിരിക്കും. സോ 3 lakh വിൽ ബി ടാക്സബിൾ. 3,50,000 വിൽ ബി ടാക്സബിൾ. തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. തെറ്റാണ്. 50,000 വിൽ ബി ടാക്സബിൾ. അതും തെറ്റാണ്. 16. An individual is said to be a resident in India in the previous year, in which February month has 29 days, if he is in India in that year for a period of എത്ര ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിലാണ്. അപ്പം ഫെബ്രുവരിയിൽ 29 ദിവസം 30 ദിവസം അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 28 ദിവസം 29 ദിവസം എന്തോ ആയിക്കോട്ടെ. 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും എന്ത് തന്നെയാണ്? റെസിഡൻ്റ് ആണ്. ഫെബ്രുവരിയിൽ 29 ഉണ്ടെന്ന് കരുതി 183 ദിവസം ഉണ്ടാവണമെന്നുണ്ടോ? ഒന്നുമില്ല. 70 ഡേയ്സ് 150 ഡേയ്സ് ഇതെല്ലാം തെറ്റാണ്. ദെൻ 17. മിസ്റ്റർ എക്സ് ഈസ് എൻഗേജ്ഡ് ഇൻ, കണ്ടോ വാക്ക് ശ്രദ്ധിക്കുക, ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ. ഹിസ് ഇൻകം ഫ്രം ദിസ് ആക്ടിവിറ്റി ഈസ് 1,40,000. ഹിസ് അഗ്രികൾച്ചറൽ ഇൻകം വിൽ ബി, നിങ്ങൾ തന്നെ പറ, 1,40,000 രൂപ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ 1,40,000-ൻ്റെ 60% ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്. 1,40,000-യുടെ 60% എന്ന് പറയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ, ദ ആൻസർ വിൽ ബി 84,000 ആണ്. യെസ്. സോ 70,000 തെറ്റാണ്, 1,40,000 തെറ്റാണ്, 56,000 തെറ്റാണ്. മറ്റൊന്ന്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി? ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ സാലറി ഇൻകം അല്ലാത്തത് ഏതാണ്? റെമ്യൂണറേഷൻ പേ ടു ലെക്ചറർ ഓഫ് എ കോളേജ്. ഒരു കോളേജിലെ ലെക്ചറിന് ശമ്പളം കിട്ടി. എന്തിനാണ് കൊടുത്ത ശമ്പളം? ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തതിന്. ആരാണ് കൊടുത്തിരിക്കുന്നത്? യൂണിവേഴ്സിറ്റിയാണ് കൊടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടാക്സബിൾ? ഇവൻ യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയി ആണോ? യൂണിവേഴ്സിറ്റി എംപ്ലോയി ആണോ? അല്ല, അവനൊരു കോളേജിലെ എംപ്ലോയി ആണ്, കോളേജിലെ ലെക്ചറാണ്. ആ കോളേജിലെ ലെക്ചറിന് യൂണിവേഴ്സിറ്റി ശമ്പളം കൊടുത്താൽ ദാറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ സാലറി അല്ല. സാലറി റിസീവ്ഡ് ബൈ എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഇതും ഇൻകം ഫ്രം അതർ സോഴ്സ്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിലെ ജോലിക്കാരനെന്നല്ല, ജനപ്രതിനിധിയാണ്. കേന്ദ്ര സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നതെങ്കിലും അവൻ സർക്കാർ ജീവനക്കാരനല്ല. കമ്മീഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഡയറക്ടർ, ഈ ഹോൾ ടൈം ഡയറക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ല, അതിന് എംപ്ലോയി ഡയറക്ടർ. എംപ്ലോയി ഡയറക്ടർക്ക് കിട്ടുന്ന ശമ്പളം എന്ത് തന്നെയാണ്? സാലറി തന്നെയാണ്. ബോത്ത് 1 and 2. സോ ദ ആൻസർ ഈസ് ബോത്ത് 1 and 2. സോ ഇത് ആദ്യത്തെ 2 പോയിന്റും എന്തല്ല? സാലറി ഹെഡിലല്ല വരുന്നത്. സോ ദ ആൻസർ ഈസ് 4th one. 19. If a domestic servant is engaged by the employer and salary is paid by him, the perquisites. ഓക്കെ, നമ്മൾ ഈ എംപ്ലോയർ ഈ ഡൊമസ്റ്റിക് സെർവൻറ്റ്, ഈ കുക്ക്, ഗാർഡനർ, ഓക്കെ, ഹൗസ് കീപ്പർ, അതായത് ഡൊമസ്റ്റിക് സെർവൻറ്റിനെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു? അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡൊമസ്റ്റിക്, ഞാനാണ് നിങ്ങളുടെ എംപ്ലോയർ, ഞാൻ ഡൊമസ്റ്റിക് സെർവൻറ്റിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചു തരികയാണ്. എന്നിട്ട് അവരുടെ ശമ്പളവും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു പെർക്യൂസിറ്റ് ആണോ? ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് പെർക്യൂസിറ്റ് തന്നെയാണ്. പക്ഷേ അത് നിങ്ങളൊരു സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ടാക്സബിൾ ആകത്തുള്ളൂ. ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയി? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയി? ഒന്ന്, ആ സ്ഥാപനത്തിലെ ഡയറക്ടർ കൂടിയാണെങ്കിൽ നമ്മളൊരു സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. 2, നമുക്ക് ആ സ്ഥാപനത്തിൽ മിനിമം 20% വോട്ടിംഗ് പവർ ഉള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളവിടെ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. 3, നമുക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ, ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 50,000 റുപ്പീസ് അതിന് മേളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്താണ്? ഒരു സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. സോ
സ്പെസിഫൈഡ് എംപ്ലോയിയുടെ കയ്യിൽ മാത്രമായിരിക്കും ഇത് ടാക്സബിൾ ആവുക. സോ ആദ്യത്തെ ഓപ്ഷൻ ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ എംപ്ലോയീസ് തെറ്റാണ്. നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോത്ത് സ്പെസിഫൈഡ് ആൻഡ് നോട്ട് സ്പെസിഫൈഡ് അതും തെറ്റാണ്. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയി ശരിയാണ്. ടാക്സബിൾ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ₹120 അതൊക്കെ ഏതാണെന്ന് അറിഞ്ഞൂടാ, അതെല്ലാം തന്നെ തെറ്റാണ്. ദെൻ 20 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി? ഈ താഴെ കൊടുക്കുന്നതിൽ സാലറി ഹെഡിൽ വരുന്നത് ഏതൊക്കെ ഇൻകമാണ്? ഒന്ന്, സാലറി റിസീവ്ഡ് ബൈ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, MLA മാർക്ക് കിട്ടുന്ന സാലറി ഹെഡിൽ വരുമോ? ഇല്ല, ഇത് ഇൻകം ഫ്രം അതർ സോഴ്സ്. കമ്മീഷൻ റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഡയറക്ടർ, ഉറപ്പായിട്ടും അത് സാലറി. ഫാമിലി പെൻഷൻ ഇൻകം ഫ്രം അതർ സോഴ്സ്. ബോത്ത് 1 and 2 തെറ്റാണ്. സോ ദ ആൻസർ ഈസ് 2. ഇതെല്ലാം തന്നെ തെറ്റാണ്. ഓക്കെ. 21 ഹൂ എമംഗ് ദി ഫോളോയിങ് ഈസ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്നത് ആരെല്ലാമാണ്? ഡയറക്ടർ ഓഫ് എ കമ്പനി ഉറപ്പായിട്ട് സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ആൻ എംപ്ലോയി ഡ്രോയിങ് സാലറി ഓഫ് 15,000 പെർ മന്ത് തെറ്റാണ്. അല്ല, എംപ്ലോയി ഡ്രോയിങ് സാലറി 15,000 പെർ മന്ത് ഓക്കെ, 15,000 പെർ മന്ത് നമുക്ക് സാലറി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവനൊരു സ്പെസിഫൈഡ് എംപ്ലോയി തന്നെ ആവും. ദെൻ എ പേഴ്സൺ ഹൂ ഈസ് ആൻ ഓണർ ഓഫ് ഇക്വിറ്റി ഷെയർ 10% വോട്ടിംഗ് പോരാ, 20% വോട്ടിംഗ് പവർ വേണം. സോ ദ ആൻസർ ഈസ് യെസ്. തേർഡ് വണ്ണാണ് നമുക്ക് ഓപ്ഷനായിട്ട് വരിക. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ 2 ശരിയായതുകൊണ്ട് തന്നെ ബോത്ത് 1 and 2 എബോവ് ഒരു സ്പെസിഫൈഡ് എംപ്ലോയിയുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ദെൻ നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. നമുക്കറിയാമല്ലോ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ നോക്കേണ്ട ആവശ്യം പോലുമില്ല, ഇറ്റ്സ് ഓൾവേസ് nil. Then a house property located outside India, നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ആരുടെ കയ്യിലായിരിക്കും ടാക്സബിൾ ആവുക? ഒരു ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കയ്യിൽ മാത്രമേ അത് ടാക്സബിൾ ആവത്തുള്ളൂ. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓൾ അസസി തെറ്റാണ്. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് നോൺ റെസിഡൻറ്റ് അസസി തെറ്റാണ്. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് അസസി ശരിയാണ്. എക്സംപ്റ്റ് ഫോർ ടാക്സ് ഇൻ ഇന്ത്യ തെറ്റാണ്. 24 following assessees can consider a house property as self-occupied. ഇനി പറയുന്ന ആർക്കാണ് ഒരു ഹൗസ് പ്രോപ്പർട്ടിയെ സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയാൻ കഴിയുന്നത്? ഇനി പറയുന്നതിൽ ആർക്കൊക്കെയാണ് ഒരു വീടിനെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയാനായിട്ട് കഴിയുന്നത്? എല്ലാവർക്കും കഴിയും. യെസ്, ഓൾ അസസി. 25 which of the following deductions are not allowed in case of a deemed let out house property? Which of the following deductions are not allowed in case of deemed let out എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളത് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. പക്ഷേ നമുക്ക് ഓൾറെഡി 2 സെൽഫ് ഒക്യുപ്പൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മൂന്നാമത് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിനെ ഡീംഡ് ലെറ്റ് ഔട്ട് എന്നാണ് പറയുക. നമുക്ക് ഡീംഡ് ലെറ്റ് ഔട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പറയുന്നതിൽ ഏതൊക്കെ ഡിഡക്ഷൻ കിട്ടില്ല? ന്യൂ കൺസ്ട്രക്ഷൻ അലവൻസ്. നോക്കൂ, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നമുക്ക് അല്ലെങ്കിലും കിട്ടുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാം ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന്. അങ്ങനെ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് പിന്നെ കുറയ്ക്കാൻ പറ്റുന്ന എന്താണ്? ആ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30%. അതുപോലെ തന്നെ ഈ വീടിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ പലിശ സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. ഇതല്ലാണ്ട് നിങ്ങൾ വേറെ എന്തൊക്കെ ചിലവാക്കിയാലും അതൊന്നും തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. സോ ന്യൂ കൺസ്ട്രക്ഷൻ അലവൻസ് കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. റിപ്പയർസ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. വേക്കൻസി അലവൻസ് പറ്റുമോ? ഇല്ല. ആളില്ല അവിടെ, നമ്മൾ തന്നെയാണ് താമസിക്കുന്നത്. എന്നിട്ട് നമുക്കതിനെ ഡീംഡ് ലെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ അവിടെ വേക്കൻസി അലവൻസിൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. ഈ പറയുന്ന ഒന്നും തന്നെ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം? ഓക്കെ, ഇനി പറയുന്നതിൽ ഏതൊക്കെയാണ് നമുക്ക് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ഷനായി ലഭിക്കാത്തത്? ലോസ് ഇൻകേർഡ് ഡ്യൂ ടു തെഫ്റ്റ് ഇൻ എ ഫാക്ടറി ആഫ്റ്റർ working hours. Okay, anticipated future losses, loss caused by white ants, loss due to accidental fire in stock in trade. See, നോക്കൂ, നമ്മുടെ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ്സിലുണ്ടാകുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും ജെന്യുവിൻ ആയിട്ടുള്ള ബിസിനസ് എക്സ്പെൻഡിച്ചറുകൾ മറ്റെല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡിഡക്ഷൻ ഫ്രം അവർ ബിസിനസ് ഇൻകം. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം, നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാകുന്ന ചിലവുകൾ മാത്രമല്ല, ബിസിനസ്സിൽ നമുക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തീപിടുത്തത്തിലൂടെ നമ്മുടെ സ്റ്റോക്ക് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സംഭവം തന്നെ നമുക്കൊരു മോഷണം ഉണ്ടായി, നമുക്ക് നഷ്ടമുണ്ടായി, നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും പറ്റും. മനസ്സിലായി? അടുത്ത പറയാം, ആൻറ്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ലോസ്.
അത് നമുക്ക് പറ്റില്ല. ആൻറ്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ലോസ്, നമുക്ക് ഭാവി ഇവിടെ ഇരുന്ന് ഓരോരുത്തർ ഭാവി എന്താവും എന്ന് പറഞ്ഞതുപോലെ കമ്പനി അവിടെ ഇരുന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അയ്യോ ഇത്ര രൂപ ലോസ് വരുമെന്ന് കരുതി ഇപ്പോഴേ നമുക്കത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചാൽ മേ ബി നിങ്ങൾ അക്കൗണ്ടിങ് പോളിസീസൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് പ്രൊവിഷനൊക്കെ ഇടാം. പക്ഷെ അതൊരിക്കലും ഇൻകം ടാക്സ് നിയമപ്രകാരം നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാൻ അനുവദിക്കുന്നതല്ല. സോ നെവർ ആൻറ്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ലോസ് ഒരിക്കലും നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല. വൈറ്റ് ആൻഡ് ചിതല് പിടിച്ചു, നശിച്ചു, നിങ്ങളുടെ അസറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു, തീപിടുത്തം ഉണ്ടായി, അതിൽ നഷ്ടമുണ്ടായി സ്റ്റോക്ക് ഇൻ ട്രേഡിന്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. 27 preliminary expenses that can be amortized under income tax restricted to dash of the cost of the project. 35D ആണ് 5% of the cost of the project, 3%, 8%. യെസ്, സെക്ഷൻ 35D നോക്കണം കേട്ടോ. then 28 expenditure on promotion of family planning, 3619. യെസ്, നമുക്ക് കമ്പനികൾക്ക് മാത്രമേ റിഡക്ഷൻ കിട്ടൂ, ഇൻഡിവിജ്വൽ ഫേം HUF-നും തന്നെ റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. 29 in case of a loss, partnership firm may claim deduction in respect of remuneration to partner to the extent of. ഒരു പാർട്ണർഷിപ്പ് ഫേം ലോസിലാണ്, അങ്ങനെയാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേം അതിൻ്റെ പാർട്ട്ണർക്ക് കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷൻ ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റും, 1.5 ലക്ഷം രൂപ വരെ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഫിനാൻസ് ആക്ട് 2000 ഫിനാൻസ്, നമ്മളതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾ കാണാൻ പറ്റും ഫിനാൻസ് ആക്ട് 2024 പ്രകാരം ഈ 1,50,000 എന്നുള്ളത് ഇപ്പോൾ 3 lakh വരെ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം, ബാക്കിയെല്ലാം തെറ്റാണ്. അല്ല, ഒരു കാര്യമുണ്ട്, നമുക്ക് ഓപ്ഷൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻസ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. 1,50,000, അടുത്തെന്താണ് 1,50,000 or actual remuneration whichever is lower. സോ ഇതാണ് കേട്ടോ കറക്റ്റ്, ഇതാണ് കറക്റ്റ്. പക്ഷേ ഇവിടെ 1,50,000 അല്ല, പകരം എത്രയാണ് വരിക, 3 lakh, 3 ലക്ഷം, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ കൊടുത്ത റെമ്യൂണറേഷൻ whichever is lower. യെസ്, എന്നാലും 1,50,000 എന്നുള്ളത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്, 3 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. Under section 54, capital gain will be allowed as exemption if the house property under transfer is held for. See 54 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ബീങ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുക വഴി നമുക്ക് ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന എക്സംഷനാണ് സെക്ഷൻ 54. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പുതിയൊരു വീട് മേടിച്ചാൽ മതി, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി മേടിച്ചാൽ മതി. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ 24 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്തിരിക്കണം, ഹോൾഡ് ചെയ്തിരിക്കണം. യെസ്, സോ അതാണ് പോയിന്റ്. മോർ ദാൻ 24 months, ലെസ് ദാൻ 12 months തെറ്റാണ്, മോർ ദാൻ 12 months തെറ്റാണ്, ലെസ് ദാൻ 36 months തെറ്റാണ്. ദെൻ പേഴ്സണൽ എഫക്റ്റ് ഡു നോട്ട് കവർ ദി ഫോളോയിങ്. പേഴ്സണൽ എഫക്റ്റ്, യെസ്, സെക്ഷൻ 2 clause 40. എന്താണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ? ക്യാപിറ്റൽ അസറ്റ്, സോ അവിടെ പറയുന്നുണ്ട് പേഴ്സണൽ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള വസ്തുക്കളെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ എഫക്ട് ഡു നോട്ട് കവർ ദി ഫോളോയിങ്. യെസ്, ഇമൂവബിൾ പ്രോപ്പർട്ടി കവർ ചെയ്യൂ? ഇല്ല, ഇമൂവബിൾ പ്രോപ്പർട്ടി ഒരിക്കലും ഒരു പേഴ്സണൽ എഫക്റ്റ് അല്ല. ഡ്രോയിങ്സും ജ്വല്ലറിയും നോക്കൂ, അത് നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം, മൂവബിൾ ആയിരിക്കാം. മൂവബിൾ ആണ്, ശരി തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, എനി വർക്ക് ഓഫ് ആർട്ട്, ആ ലിസ്റ്റിൽ പറയുന്ന ആ 6 കാര്യങ്ങളും എന്തായിട്ട് കണക്കാക്കാൻ കഴിയില്ല, ക്യാപിറ്റൽ അസറ്റായിട്ട് പേഴ്സണൽ എഫക്റ്റായിട്ട് കണക്കാക്കാൻ ഈവൻ ദോ അത് പേഴ്സണൽ എഫക്റ്റ് ആണെങ്കിലും പേഴ്സണൽ എഫക്റ്റായി കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ എന്താണ്, ക്യാപിറ്റൽ അസറ്റ്സ് ആണ്. സോ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഡ്രോയിങ്സും ജ്വല്ലറിയും. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3ഉം പേഴ്സണൽ എഫക്റ്റ് അല്ല. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. With that, we have completed 31 questions. മറ്റൊന്ന് 32. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. മനസ്സിലാക്കുക, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല. എഗെയിൻ 2 clause 14 എക്സെപ്ഷനായിട്ട് പറയുന്നുണ്ട്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഒരിക്കലും ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ഒരു അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകത്തില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ഗെയിനിനെ ഒരിക്കലും ക്യാപിറ്റൽ ഗെയിനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല.
ഒന്നാമത്തെ ഓപ്ഷൻ നോട്ട് ടാക്സബിൾ ആസ് ഇറ്റ് ഈസ് അഗ്രികൾച്ചറൽ ഇൻകം. തെറ്റാണ്, അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ബട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. തെറ്റ്. നോട്ട് ടാക്സബിൾ ആസ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ക്യാപിറ്റൽ അസറ്റ്. ശരി. ടാക്സബിൾ, ഇറ്റ്സ് കമ്പൽസറിലി അക്വയർഡ്. തെറ്റ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സെൽഫ് ജനറേറ്റഡ് അസറ്റ് ഈസ് നിൽ. നമ്മൾ സെൽഫ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന അസറ്റുകളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് നില്ലാണ്. പക്ഷെ അതിന് എക്സെപ്ഷൻ ഉണ്ട്. ഗുഡ് വില്ലിൻ്റെ കോസ്റ്റ് നില്ല് തന്നെയാണ്, സെൽഫ് ജനറേറ്റ് ചെയ്ത്. റൂട്ട് പെർമിറ്റ് സെൽഫ് ജനറേറ്റ് ചെയ്താൽ നില്ല് തന്നെയാണ്. ദെൻ ബോണസ് ഷെയർസ് അക്വേർഡ് ബിഫോർ 1 years. ഇതിന് നമുക്ക് ബോണസ് ഷെയറിന് സാധാരണഗതിയിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാത്തതാണ്. പക്ഷേ അത് 1/4/2001 മുന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. ആസ് ഓൺ 1/4/2001 ആസ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ലൂം അവേഴ്സിൻ്റെ കോസ്റ്റ് സെൽഫ് ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. സോ ആൻസർ ഈസ് റോങ്. 34. While computing taxable interest on delayed compensation, a standard deduction is allowed up to 50%. അതായത് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് പലിശ കൂടി കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയ പലിശയുടെ 50% നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നു. യെസ്. ദെൻ 56(2)(10 that is gift is taxable. Provision of 56(2)(10 is applicable on all assessee. എല്ലാതരം അസസീസിൻ്റെ കാര്യത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓൾ അസസീസ്. ഓക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഞാനിവിടെ ഈ 24th ക്വസ്റ്റനിലെ ഫോളോയിങ് അസസി ക്യാൻ കൺസിഡർ എ ഹൗസ് പ്രോപ്പർട്ടി ആസ് സെൽഫ് ഓക്യുപ്പൈഡ്. ഈ സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുന്ന ഒരു, ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. സെൽഫ് ഓക്യുപ്പൈഡ് ഇൻഡിവിജ്വൽ ആൻഡ് HUF മാത്രമേ സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുന്ന പരിപാടിയുള്ളൂ കേട്ടോ. ഇൻഡിവിജ്വൽ ആൻഡ് HUF മാത്രമേ സെൽഫ് ഓക്യുപ്പൈഡ് എന്നുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഞാനിവിടെ ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ. നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഞാനത് ഓർത്തു. ഗിഫ്റ്റിൻ്റെ കേസിൽ എല്ലാവർക്കും ഗിഫ്റ്റ് നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. ഓൺലി ഓൺ കോർപ്പറേറ്റ് അസസി തെറ്റാണ്. ഓൺലി ഓൺ ആൻ ഇൻഡിവിജ്വൽ തെറ്റാണ്. ഓൺ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് HUF തെറ്റാണ്. 36. While computing income from other sources, deduction is not allowed to the assessee for personal expenditure. പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഡിഡക്ഷൻ ഈസ് നോട്ട് അലൗഡ് ഓൺ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. ശരിയാണ്. ഡയറക്റ്റ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഇൻട്രസ്റ്റ് പേയബിൾ ഔട്ട്സൈഡിൻ്റെ വിത്തൗട്ട് TDS പറ്റില്ല. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. ഈ കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളും നിങ്ങളുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്ന കാര്യം അല്ല. മറ്റൊന്ന്, ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ in certain circumstances is not taxable. Gift received by an individual in certain circumstances is not taxable. ഒരു ഇൻഡിവിജ്വലിന് സമ്മാനം കിട്ടിയാൽ ഇനി പറയുന്ന ചില സാഹചര്യങ്ങളിൽ അത് ടാക്സബിൾ അല്ല എന്നാണ്. എനി ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഫാമിലി ഫ്രണ്ട്. ഫാമിലി ആണെന്ന് പറഞ്ഞാൽ ഓക്കെ. ഫാമിലി ഫ്രണ്ടിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാക്സബിലിറ്റി വരും. ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് ഇൻ ദ ഫാമിലി. അവൻ്റെ മാരേജ് ആയിരുന്നെങ്കിൽ അത് exempted ആവുമായിരുന്നു. ദെൻ എനി ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അത് ശരിയാണ്. സോ അപ്പോൾ തെറ്റ്. ആൻ ഇൻഡിവിജ്വൽ പർച്ചേസ്ഡ് എ പെയിൻറ്റിംഗ് ഓൺ 1/11/2023 for 5 lakh, ദോ ഫെയർ മാർക്കറ്റ് വാല്യൂ 5,25,000. സോ 5.25 ലക്ഷം രൂപ വിലയുള്ള പെയിൻറ്റിങ്സ് ഇവൻ 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. സോ 25,000 രൂപയുടെ ലാഭം ഉണ്ടായി. അത് 50,000 രൂപ ക്രോസ് ചെയ്തിരുന്നെങ്കിൽ അത് ഇൻകം ആവുമായിരുന്നു. സോ ഇവിടെ ഇൻകം ടാക്സബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. 25,000 ടാക്സബിൾ ആണെന്ന് പറയുന്നു. തെറ്റ്. നിൽ. ദിസ് ഈസ് നോട്ട് ഗിഫ്റ്റ്. ഇത് ഗിഫ്റ്റ് തന്നെയാണ്. നിൽ ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് വാല്യൂ ഡസ് നോട്ട് എക്സീഡ് 50,000. ശരിയാണ്. യെസ്. 56(2)(10 ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ എനി ട്രാൻസാക്ഷൻ ഡ്യൂറിങ് 23-24. തെറ്റാണ്. സോ പെയിൻറ്റിങ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ടാക്സബിൾ ആണ്. നമുക്കറിയാം എന്ത് ഗിഫ്റ്റായിട്ട് കിട്ടിയാലും ടാക്സബിൾ ആവില്ല. എഗെയിൻ ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, എനി വർക്ക് ഓഫ് ആർട്ട്, ബുള്ളിയൻ. ഓക്കെ. അതുപോലെ തന്നെ ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ടാക്സബിൾ തന്നെയാണ്. പക്ഷേ അതിന് ഓരോന്നിനും വാല്യൂ ഉണ്ട്.
50,000 രൂപയ്ക്കൊക്കെ മേളിൽ പോയാൽ ഇമോബിൾ പ്രോപ്പർട്ടിക്ക് വേറെ അളവുണ്ട്, അതല്ലാതെ ബാക്കി എല്ലാ കാര്യവും 50,000 രൂപയ്ക്ക് മേളിൽ പോയാലേ നിങ്ങൾക്കത് ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ കിട്ടിയ ഗിഫ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി കിട്ടിയിരിക്കുന്ന ഒരു ആനുകൂല്യം, ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടോ 5 ലക്ഷം രൂപ കാശ് കൊടുത്ത് മേടിച്ചതാണ്, പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ആനുകൂല്യം കിട്ടി, ഒരു ബെനിഫിറ്റ് കിട്ടിയ, പക്ഷേ അവിടെ 25,000 രൂപയുടെ ബെനിഫിറ്റേ ഉള്ളൂ. അത് 50,000 രൂപയ്ക്ക് മേളിൽ പോയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻകമായി കണക്കാക്കാൻ കഴിയുമായിരുന്നു. ദെൻ 39, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ഗവൺമെൻറ് എംപ്ലോയി. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് വെച്ചാൽ റെഗുലർ, നിങ്ങൾ റിട്ടയർ ആയതിനു ശേഷം കിട്ടുന്ന റെഗുലർ പെൻഷനെയാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട, അത് ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നാലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നാലും അത് ഫുള്ളി ടാക്സബിൾ തന്നെയാണ്. എക്സംപ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ ആയിരുന്നുവെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ദെൻ പാർഷ്യലി ടാക്സബിൾ തെറ്റാണ്. നൺ ഓഫ് ദി അബോവ് തെറ്റാണ്. ദെൻ ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം ഉള്ള പെൻഷൻ വാങ്ങാനുള്ള അവകാശം വേണ്ട എന്ന് വെച്ചുകൊണ്ട് നിങ്ങളൊരു ലംസം തുക നിങ്ങൾ വാങ്ങുന്ന ഒരു ക്യാപിറ്റൽ റെസീറ്റിനെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. യെസ്, ദർ ഈസ് എക്സംപ്ഷൻ ഫോർ കമ്മ്യൂട്ടഡ് പെൻഷൻ ഫോർ എസ്പെഷ്യലി ഫോർ ഗവൺമെൻറ് എംപ്ലോയി, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനും എക്സംപ്ഷൻ ഉണ്ട്, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് വെദർ ഹി ഹാസ് റിസീവ്ഡ് എനി ഗ്രാറ്റുവിറ്റി ഓർ നോട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 10(10)A എന്ന് പറയുന്ന സെക്ഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൂടിയാണ്. എനിവേ, ഗവൺമെൻറ് എംപ്ലോയിക്ക് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് ടാക്സബിൾ തന്നെയാണ്. അത് ഗവൺമെൻറ് ആയിരുന്നാലും നോൺ ഗവൺമെൻറ് ആയിരുന്നാലും അത് ടാക്സബിൾ ആയിരിക്കും. 40, സാലറി റിസീവ്ഡ് ബൈ പാർട്ട്ണർ. ഒരു പാർട്ട്ണർക്ക് തൻ്റെ ഫേമിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഏത് ഹെഡിൽ വരും? സാലറി ഹെഡിലാണോ? അല്ല. ബിസിനസ് ഇൻകം ആണോ? അതെ. അതർ സോഴ്സ് ആണോ? അല്ല. എക്സംപ്റ്റ് ആണോ? അല്ല. ഒരു പാർട്ട്ണർക്ക് തൻ്റെ ഫേമിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എക്സംപ്റ്റഡ് ആണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് അത് 10(2)A എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നമ്മൾ പഠിക്കുന്നതാണ്. അടുത്ത, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. അതിലേക്ക് ക്രെഡിറ്റ് ആകുന്ന പലിശ ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റ് അപ് ടു 12% തെറ്റാണ്. ഫുള്ളി ടാക്സബിൾ തെറ്റാണ്. എക്സംപ്റ്റ് അപ് ടു 9.5% തെറ്റാണ്. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, RPF-ലേക്ക് വരുന്ന പലിശ, അത് നമ്മൾ പറയാണ് യെസ് ഫുള്ളി ടാക്സബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ദെൻ ഫുള്ളി എക്സംപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. എക്സംപ്റ്റ് അപ് ടു 12% തെറ്റാണ്. എക്സംപ്റ്റ് അപ് ടു 9.5% പെർ ആനം. അടുത്ത 43, ദ ബേസിസ് ഓഫ് ചാർജബിലിറ്റി ഓഫ് ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണ് നമ്മുടെ ഇൻകമായിട്ട് കണക്കാക്കുന്നത്? ആ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂവിനെയാണ് നമ്മൾ ഇൻകമായിട്ട് കണക്കാക്കുന്നത്. റെൻ്റൽ വാല്യൂവിനാണോ? അല്ല. വാല്യൂ ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ് ആണോ? അല്ല. നൺ ഓഫ് ദി അബോവ് തെറ്റാണ്. ആ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കണം. ലെറ്റ് ഔട്ട് ആണെങ്കിൽ പിന്നെ അതിൻ്റെ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ് ഇതെല്ലാം പരിഗണിച്ചിട്ട് വി വിൽ ഡിറ്റർമൈൻ ദി ആനുവൽ വാല്യൂ. സോ ആനുവൽ വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പ്രോപ്പർട്ടിയുടെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 44, എ ബോറോഡ് 5 lakh. എ എന്ന് പറയുന്ന ഒരാൾ 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. 12% പലിശയ്ക്കാണ് എടുത്തിരിക്കുന്ന. 1/4/2015 2015 ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി വിച്ച് വാസ് കംപ്ലീറ്റഡ് ഓൺ ഡേറ്റ് ശ്രദ്ധിക്കുക 15/3/2024. അതിനുശേഷം അതിനെ ലെറ്റ് ഔട്ട് ചെയ്തു. ദ എമൗണ്ട് ഈസ് സ്റ്റിൽ അൺപെയ്ഡ്. ഇതുവരെ ലോണൊന്നും തിരിച്ചടച്ചിട്ടില്ല. ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീവിയസ് 23-24. അപ്പോൾ ഇത് ഏത് വർഷമാണ്? 23-24 ആണ്. 15/3/2024 എന്ന് പറയുമ്പോൾ 15/3/24 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ഏതാണ്? 23-24. ഈ 23-24 നമുക്ക് എത്ര രൂപ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം? ഇതുവരെ നമ്മൾ പലിശയൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കണ്ടുപിടിക്കണം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്ന് മുതലാണ്? ലോൺ എടുത്ത ദിവസം മുതൽ 1/4/2015 ടു നമ്മൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ വർഷം അതേതാണ്? 23-24 അല്ലേ? 23-24 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നത്തെ വർഷത്തെ ലാസ്റ്റ് ഡേ. അതിന് തൊട്ട് മുന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്? 22-23. അതിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഏതാണ്? 31/3/2023. അപ്പോൾ 1/4/2015 മുതൽ 31/3/2023 വരെ എത്ര വർഷമുണ്ട്? 31/3/2016 ആകുമ്പോൾ ഒരു വർഷം. 16, 17, 18, 19, 20, 21, 22, 23. 8 വർഷം അല്ലെ? 8 വർഷമാണ് നമുക്ക് ഉള്ളത്. ശരി, 8 വർഷം. അപ്പോൾ 8 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും
8 വർഷമായിട്ട് നമ്മൾ ഇതുവരെ പലിശ ഒന്നും അടച്ചിട്ടില്ല. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? മൊത്തം 5 lakh അല്ലേ? ഇതിൻ്റെ 12% പലിശ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 60,000. ഇങ്ങനെ 8 വർഷത്തേക്ക് എത്ര വരുന്നുണ്ട്? 60,000 ഇൻറ്റു 8 എത്ര വരുന്നുണ്ട്? 4,80,000. ഇതിനെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് നമുക്ക് 5 വർഷം കൊണ്ടേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺസ്ട്രക്ഷൻ പൂർത്തിയായി 5 വർഷം കൊണ്ട് ക്ലെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ 4,80,000 ഡിവൈഡഡ് ബൈ 5 എത്ര വരുന്നുണ്ട്? 96,000. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എത്ര വരുന്നുണ്ട്? 96,000. പിന്നെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ വർഷം ആയതുകൊണ്ട് 23-24. നമ്മളിപ്പോൾ ഇതുവരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി 23-24 ഇൻട്രസ്റ്റ് ആ വർഷം തന്നെ ക്ലെയിം ചെയ്യാം. അതൊരു 60,000 രൂപ വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ടോട്ടൽ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1,56,000. ശരി, നമുക്ക് ഉത്തരം ഓപ്ഷൻ അതിനകത്തുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ 3 ഓപ്ഷനും അതിനകത്ത് ഇല്ല. 60,000 തെറ്റാണ്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചതിനകത്ത് ഈ 96,000 അവിടെ ഉണ്ട്. 1,80,000 തെറ്റാണ്. 2,40,000 തെറ്റാണ്. ശരിക്കും 1,96,000 അല്ല ഇവിടെ വരേണ്ട ആൻസർ എത്രയാണ്? 1,56,000. 1,56,000. ഓക്കെ ഓക്കെ, കണ്ടു നോക്കുക എങ്ങനെയാണ് ഞാൻ ആൻസറിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ 45. സം റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയർ ഫ്രം കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയർ തൻ്റെ എംപ്ലോയിയുടെ പേരിൽ എടുക്കുന്ന പോളിസിയാണ്. ആ എംപ്ലോയിയുടെ മരണശേഷം അത് ആ എംപ്ലോയർക്ക് തന്നെയാണ് കാശ് കിട്ടുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഇൻകം ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? എടുക്കാൻ. സോ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എക്സംപ്റ്റ് ആണോ? തെറ്റാണ്. ടാക്സബിൾ അതർ സോഴ്സ് ആണോ? തെറ്റാണ്. യെസ്, എംപ്ലോയിയുടെ കയ്യിലുമല്ല ടാക്സബിലിറ്റി വരിക. ദെൻ 46. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർ അണ്ടർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ വഴി കിട്ടുന്ന ഷെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കാം. ആ ഷെയറിന് നാളെ ഒരു വിൽക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. സോ അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഏതാണ് എടുക്കുക? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർ. ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. പക്ഷേ ഏത് ദിവസത്തെ? ഓൺ ദ ഡേറ്റ് ഓഫ് ഓഫർ. തെറ്റാണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഓൺ ദ ഡേറ്റ് ഓഫ് എക്സർസൈസ് ഓഫ് ദി ഓപ്ഷൻ. യെസ്. സോ ഈ തുക നമ്മൾ ഓൾറെഡി പെർക്യൂസിറ്റ് ആയിട്ട് സാലറി ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? എടുക്കുന്നുണ്ടാവും. സോ ആ ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ അതിൻ്റെ കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. വെസ്റ്റിംഗ് ഓഫ് ദി ഓപ്ഷൻ തെറ്റാണ്. യെസ്, തെറ്റ്. 47. ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം കമ്പൽസറി അക്വിസിഷൻ ഓഫ് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് എക്സംപ്റ്റഡ് ആണ്. 1037 പ്രകാരം അത് എക്സംപ്റ്റഡ് ആണ്. യെസ്, മനസ്സിലാക്കണം. അഗ്രികൾച്ചറൽ ലാൻഡ് കമ്പൽസറിലി അക്വയർ ചെയ്താൽ അതിന് എക്സംഷൻ ഉണ്ട്. സബ്ജക്റ്റ് ടു കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വർഷം നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പറോ അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കണമാവണം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് അവിടെ ബാധകമാണ്. 48. വേർ ദി എൻറ്റയർ ബ്ലോക്ക് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 36 months. നമ്മൾ മനസ്സിലാക്കണം, ഡിപ്രീഷ്യബിൾ അസറ്റ് വിറ്റാൽ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ. സാധാരണ ഡിപ്രീഷ്യബിൾ അസറ്റ് വിറ്റാൽ നമുക്ക് ബ്ലോക്കിൽ നിന്നാണ് അസറ്റ് വിൽക്കുന്നതെങ്കിൽ ബ്ലോക്കിൽ പിന്നെയും അസറ്റ് ഉണ്ട്, വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒന്നും വരത്തില്ല. പകരം വിറ്റ വില ബ്ലോക്കിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ എൻറ്റയർ ബ്ലോക്ക് മൊത്തത്തിൽ നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ ദെൻ ദെയർ അറൈസ് ക്യാപിറ്റൽ ഗെയിൻ ഓർ ക്യാപിറ്റൽ ലോസ് ആൻഡ്. പിന്നെ ആ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസോ എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എൻറ്റയർ ബ്ലോക്ക് വിറ്റാൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ? നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ലോസ് ആയിരിക്കാം. ലോങ് ടേം തെറ്റിക്കുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് അത് ശരിയാണ്. ലോങ് ടേം ഗെയിൻ ഓർ ലോസ് തെറ്റാണ്. ഇവിടെ നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ അത് എത്ര നാളുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ല. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 ഷാൽ നോട്ട് ബി അലൗഡ് ഇഫ് അസസി ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. 54F വീടൊഴികെ വേറെ ഏത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റാലും അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, വീടൊഴികെ വേറെ ഏത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റാലും നിങ്ങൾക്ക് കിട്ടുന്ന എക്സംഷനാണ് 54. പക്ഷേ ഓൾറെഡി ഒന്നിൽ കൂടുതൽ വീടുള്ളവർക്ക് ഈ എക്സംഷൻ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. ഓൾറെഡി നിങ്ങൾക്കൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സംഷൻ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. യെസ്. അല്ല സോറി, മോർ ദാൻ വൺ. ഓൾറെഡി ഒന്നല്ല, ഒന്നിൽ കൂടുതൽ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൽ തെറ്റി വന്നു പോയി. മോർ ദാൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. യെസ്. 50. ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഈസ് ടാക്സബിൾ ഓൺ. നിങ്ങൾക്ക് അതർ സോഴ്സ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് റെസിപ്റ്റ് ബേസിസ് അല്ലെങ്കിൽ ഡ്യൂ ബേസിസ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. സോ ഓൺ ദ ഡ്യൂ ബേസിസ് ആണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. റെസിപ്റ്റ് ബേസ് ആണോ എന്ന് ചോദിച്ചാൽ ഓൺ ദ ബേസ് ഓഫ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് റെഗുലർലി ഫോളോഡ് ബൈ ദി അസസി, അതാണ് ശരി ഉത്തരം. നൺ ഓഫ് ദി അബവ്. വിന്നിങ്സ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, ഹോഴ്സ് റേസ്, ഇതെല്ലാം തന്നെ കാഷ്വൽ ഇൻകം ആണ്. സോ ഇതെല്ലാം തന്നെ ഫുള്ളി എക്സംപ്റ്റ് ആണെന്ന് വെച്ചാൽ ഒരു പൊട്ട തെറ്റാണ്. എക്സംപ്റ്റ് അപ് ടു 5,000 തെറ്റാണ്. ഫുള്ളി ടാക്സബിൾ, യെസ്. ദെൻ ആദി റിസീവ്ഡ് 70,000 ഫ്രം ഹിസ് ഫ്രണ്ട് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് ബർത്ത്ഡേ. ഓക്കെ, സുഹൃത്തിൽ നിന്ന് ബർത്ത്ഡേ എന്ന് 70,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ 70,000 രൂപയും ടാക്സബിൾ ആണ്. 25,000 ടാക്സബിൾ, തെറ്റ്. എൻ്റെ എമൗണ്ട് ഈസ് എക്സംപ്റ്റ്, തെറ്റ്. നൺ ഓഫ് ദി അബവ്, തെറ്റ്. കമ്മീഷൻ റിസീവ്ഡ് ബൈ എ ഡയറക്ടർ ഓഫ് ദി കമ്പനി, ഒരു കമ്പനിയുടെ ഡയറക്ടർ. അപ്പോൾ നമ്മൾ നോക്കണം, ആ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ഹോൾ ടൈം ഡയറക്ടർ, ഒരു എംപ്ലോയി ഡയറക്ടർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ കമ്മീഷൻ സാലറി ഹെഡിലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് ഏത് ഹെഡിൽ വരും. അപ്പോഴും അവിടെ ഒരു ചോദ്യം വരും, കമ്മീഷനാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അത് ബിസിനസ് ഇൻകമായിട്ട് എടുക്കുമോ അതർ സോഴ്സ് ഇൻകമായിട്ട് എടുക്കുമോ എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ഒരു പരിധി വരെ എന്താണ്, നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്ക് വേണേൽ സാലറി എന്ന് പറയാം, ബിസിനസ് ഇൻകം എന്ന് പറയാം, അതർ സോഴ്സ് എന്ന് പറയാം. സോ ഇവിടെ എനിക്കിത് അതർ സോഴ്സിൽ എടുക്കുന്നതിനോടാണ് താല്പര്യം, യെസ്. കാരണം അയാളൊരു എംപ്ലോയി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല, യെസ്. പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്ത കിട്ടിയ കാശാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഇൻഡിക്കേഷൻ ക്വസ്റ്റനിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ദെൻ 54 കാഷ്വൽ ഇൻകം റിസീവ്ഡ് ബൈ അസസി. കാഷ്വൽ ഇൻകം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ്, തെറ്റാണ്. എക്സംപ്റ്റ് അപ് ടു 5,000 തെറ്റാണ്. ദെൻ അടുത്തത് ഫുള്ളി ടാക്സബിൾ, ശരി. മിസ്റ്റർ എക്സ് മൈനർ ഡോട്ടർ ഏൺഡ്. മൈനർ ഡോട്ടർ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ്, മകളാണ്. 50,000 രൂപ ഏൺ ചെയ്തു അവളുടെ സ്പെഷ്യൽ ടാലൻറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ അത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്ലബ് ചെയ്യാൻ പാടില്ല. സ്വന്തം ടാലൻറ്റ് ഉപയോഗിച്ചാണ് ഒരു കുട്ടി ഇൻകം ഏൺ ചെയ്യുന്നതെങ്കിൽ അത് ക്ലബ്ബ് ചെയ്യാനായിട്ട് പാടില്ല. മിസ്റ്റർ എക്സിൻ്റെ ഇൻകമായിട്ട് കണക്കാക്കോ ഇല്ല, മിസ്സിസ് എക്സിൻ്റെ ഇൻകമായിട്ട് കണക്കാക്കോ ഇല്ല, ആർക്കാണോ കൂടുതൽ ഇൻകം അവരുടെ ഇൻകമായിട്ട് കണക്കോ ഇല്ല. സ്പെഷ്യൽ ടാലൻറ്റ് വെച്ചാണ് മൈനർ ഡോട്ടർ ഇൻകം ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അതങ്ങനെ എടുക്കേണ്ട കാര്യം ഇല്ല. ദെൻ 56 ഇൻകം അറൈസിങ് ടു എ മൈനർ ഡോട്ടർ. സാധാരണ ഒരു മൈനർ ഡോട്ടർക്ക് ഉണ്ടാകുന്ന ഇൻകം ആരുടെ കയ്യിലാണ് എടുക്കുക? അസസ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈനർ ഡോട്ടർ. മൈനർ ഡോട്ടറുടെ കയ്യിൽ തന്നെ ടാക്സ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അവളുടെ തൊട്ട് മുന്നേ പറഞ്ഞു സ്വന്തം ടാലൻറ്റ് വെച്ചാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇനി അതല്ല, ക്ലബ്ഡ് വിത്ത് ദി ഇൻകം ഓഫ് ദ പാരൻറ്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ, അത് കറക്റ്റ് ഉത്തരമാണ്. എക്സംപ്റ്റ് ഫ്രം ടാക്സ് തെറ്റ്. ക്ലബ്ഡ് വിത്ത് ദി ഇൻകം ഓഫ് ഹർ സ്പൗസ്, അതും തെറ്റാണ്. ദെൻ അൺഅബ്സോർബ്ഡ് ബിസിനസ് ലോസസ് cannot be carry forward for more than 8 assessment years. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. 8 വർഷത്തിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ 58 ഡിഡക്ഷൻ അണ്ടർ 80JJA. ഇതൊരു ഇൻകം ബേസ്ഡ് എക്സംഷൻ ആണ്, പക്ഷേ ഇതൊരു പർട്ടിക്കുലർ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ എക്സംഷൻ കിട്ടത്തുള്ളൂ. ഏതാണ്? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സയൻറ്റിഫിക് റിസർച്ച് തെറ്റാണ്. ബാക്ക്വേർഡ് ഏരിയയിൽ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നവർക്കല്ല, അഗ്രികൾച്ചർ ബിസിനസ് ചെയ്യുന്നവർക്കല്ല, പകരം എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് കളക്ടിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. 59 മാക്സിമം ലിമിറ്റ് ഫോർ ഡിഡക്ഷൻ 80 TTA. നിങ്ങൾക്ക് SB അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്കുള്ള ഡിഡക്ഷനാണ്. 10,000 രൂപ വരെ ഉള്ളവർക്കാണ് ഈ പലിശ ഉള്ളവർക്കാണ് ഡിഡക്ഷൻ കിട്ടുക. ദെൻ 60 അഡ്വാൻസ് ടാക്സ് ഈസ് റിക്വയർഡ് ടു ബി പെയ്ഡ് ബൈ ഓൾ അസസി ഓൺലി ഇഫ് ഇസ് എസ്റ്റിമേറ്റഡ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി. അയാളുടെ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി എപ്പോഴാണ് വരിക? 10,000 അതിൽ കൂടുതലോ നിങ്ങൾക്ക് എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി വരും. സോ നമ്മുടെ ആദ്യത്തെ സെഷൻ നമുക്ക് ഓരോ സെഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. സോ വി ഹാവ് ഡിസ്കസ്ഡ് 60 ക്വസ്റ്റ്യൻസ്. പരമാവധി എക്സ്പ്ലനേഷൻ വേണ്ടതിനൊക്കെ നമ്മൾ എക്സ്പ്ലനേഷനും കൂടി നൽകി തന്നെയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. സോ റെഫർ ചെയ്തോളാം. ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എൻ്റെ നമ്പർ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. കിട്ടാത്തവർ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത ഒരു 3 പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ
61 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് വി വിൽ ഡിസ്കസ്.